എത്ര 16 ലക്ഷം 16 ലക്ഷം PR. ചെയ്തിട്ടില്ല. നാണമില്ലേ ഇവന്മാർക്കൊക്കെ? ഒരു മരുമാലങ്കൾട്ട് വർത്താനം പറയാൻ എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിനാണ് ഇപ്പൊ ഈ ചെറുപ്പക്കാർ ആമ്പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറ ആയിട്ട്. ഷാജി കേട്ടോ ഇവിടെ എന്നാൽ അതേസമയം വേറെത്തിയെ പറഞ്ഞിട്ട് പാവം കഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, ജീവിച്ചോട്ടെ. എന്താ അത് തന്നെയല്ലേ അനുമോളും? അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. അനുമോളോട് എന്താ അപ്പൊ ഇച്ചിരി തൊഴിലുള്ളതുകൊണ്ടുള്ള ദേഷ്യമാണ്? എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വിചാരിക്കും, എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആമ്പിള്ളേർ പറയുന്നത്? നീ ഇമോഷണൽ ആവരുത്. ഈ പെണ്ണുങ്ങൾ പറഞ്ഞ അസൂയ കൊണ്ടാന്ന് പറയും. ഇത് അതേ അവളിങ്ങനെ ചെയ്തു, അവളങ്ങനെ ചെയ്തു, അവള് കള്ളിയാണ്, മറ്റേ ഞാൻ ഞെക്കി പൊട്ടിക്കും. പിന്നെ അവിടെ വന്നവരെല്ലാം ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ. ഞാൻ കണ്ടു എല്ലാവരെയും. മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവരൊരു തത്വം പറച്ചില്. അവിടെ എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികള്, അവരുടെ വേഷവിധാനം വരെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. വേഷവിധാനം വരെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അവരുടെ വേഷവിധാനം വരെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഇത്ര ആമ്പിള്ളേരെ ചുറ്റും ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ, അതിനൊന്നും പറയണ്ട, അതൊക്കെ നല്ല പിള്ളേരാ. അനുമോളാ പ്രശ്നം. ഇയാളെ ഞാൻ മിക്കവാറും കൊല്ലും കേട്ടോ. ഇന്നേ വരെ നമ്മൾ കാണാത്ത കുറെ ചെറുപ്പക്കാര് അങ്ങ് ഇതിന്റെ പേരിലൊരു യൂട്യൂബും ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു. രാജമ്മ പറഞ്ഞത് ശരിയായില്ല. സീസൺ ഫുൾ ആണെങ്കിൽ 16 ലക്ഷം PR ഇത് ആയിട്ടാണ്. പറയുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ മുടക്കിയിരിക്കുന്നത്. രാവിലെ കാണാകൂട വർത്താനം പറഞ്ഞാണല്ലോ. അതൊക്കെ മറ്റവരുടെ PR വർക്ക്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇവർക്ക് PR ഉണ്ടെങ്കിൽ മറ്റവർ ഇവിടെ ചീത്ത വിളിക്കാനായിരിക്കും PR ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ എന്റെ വ്യത്യാസം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.